അങ്ങനെ നൗറ വന്നു. അടിപൊളി. ഹലോ, അവിടെ ചവിട്ടി വരണ്ട, നീ വീഴും. ഇറങ്ങി വന്നു. ആ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് പാലം ക്രോസ് ചെയ്യുന്നൊക്കെ? നവറ നല്ല സ്കില്ലോട് സ്കിൽ ഇതേ വന്നിരിക്കുകയാണ്. അച്ഛമ്മ ഇതവള് വന്നോളോ. ആ നസ്മിയിലേന്ന് വരും. യെസ്, ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ. അതിസാഹസികമായി അത് പറയും. യെസ്, അത്ര ഉള്ള. ഇനി വേറൊന്നുമില്ല, കഴിഞ്ഞു. ബൈ. നമ്മൾ നെസിനെടുക്കാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ്. സോ നെസ്മിയ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ വലിയ കാര്യത്തില് ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ പുറപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അവളെ പോയി എടുക്കണം. സോ നമുക്ക് ഇനി അവളെ എടുത്തിട്ട് കാണാം. നമുക്ക് നെസിനെ കിട്ടിയേക്കാണ്. മനസ്സിലാവില്ല, നാട് വിട്ട് ഏതൊരാളുടെ പോലെ ഉണ്ട്. ഇതാണ് പണ്ട് ഞങ്ങളുടെ കാണാണ്ടായി പോയി കൂട്ടുകാരി. ഞങ്ങൾ ഇന്ന് കണ്ടാലും ഇതാട്ടോ ഞങ്ങളുടെ റൈഡർ. ഇയർഫോണൊക്കെ വെച്ച് സെറ്റാണ് റൈഡർ. സോ ഇവളെ എടുത്തു. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ നൗറല്ല നസ്മിയാനെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു. എന്നിട്ടിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും. മസാല ദോശ ഒന്ന് കാണിച്ചടാ. നിങ്ങൾ അല്ല നടുവിന്ന് പൊട്ടിക്കുക, അപ്പോഴാണ് അവർക്ക് കാണാൻ പറ്റും. മസാല ദോശയുടെ ഒരു ഗാംഭീര്യത വരില്ല. സൂപ്പർ. ഞാനാണ് തിന്നാത്ത. എനിക്ക് പ്ലേറ്റും കൂടി ഇല്ല. എന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ അടുത്താണ് അതല്ലേ കഴിച്ചോ. നമ്മുടെ നെസിന്റെ കലാവിരുതാണ് നമ്മൾ കണ്ടത്. നെസ് കാണിച്ചു കൊടുക്കും. ഒരു കൊതിപ്പിക്കണം നമുക്ക്. അതാണ് നമ്മുടെ മസാലയുടെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ചൂടൊക്കെ വരും. എന്റെ സാറേ ചുറ്റുള്ള അവിടെ ഉണ്ടല്ലേ. ഞാൻ പറയാ ഷെഫിന്റെ വീട്ടിലാണ് വന്നിട്ട് അച്ഛമ്മയുടെ വീഡിയോക്ക് 2K ആവാറ്. 1.9. ഓഹോ ഗേൾസ്. യെസ്. എല്ലാരും മസാല ദോശ തിന്നു. എല്ലാരും തിന്നു കഴിഞ്ഞു. ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര കൊറോണ പ്രശ്നം. അതൊക്കെ കട്ടിട്ടായിരുന്നു അവര്. നിന്റെ സെയിം ടോപ്പിന് എനിക്ക് സെയിം പാന്റ് ഉണ്ട്.
വിശക്കുന്നുണ്ട്, ബട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ എങ്ങനെയാണെന്നറിയോ ഗൈസ്, എനിക്ക് ഇവർ രണ്ടാളും എന്റെ രണ്ട് കണ്ണ പോലെ. ഇവർ രണ്ടാളും 2 ദോശ വീതം 4 ദോശയാണ് ഞാൻ കഴിച്ചത്. വീഡിയോ ഓക്കെ, നല്ല ഇങ്ങനെ നല്ല മുരുമുര എന്നുള്ള ദോശ, നല്ല മസാല. എന്നിട്ട് എനിക്ക് മതി സത്യം കഴിഞ്ഞ് അതൊക്കെ അറിയാം. ചേച്ചിക്ക് ജനിക്കാത്ത കുട്ടിയുടെ വരെ വിഷമം. ജനിക്കാത്ത ഇതൊക്കെ വ്ളോഗിലല്ല. കുട്ടി കേട്ടോളൂ. തന്തപ്പിടിന്നാ മറ്റേ അച്ഛമ്മ സൈഡ് പൂർ ഫാദറിലോ അവസാനം ദോശ തിന്നുകയാണ്. ഞാൻ എല്ലാവരുടെ എല്ലാ സാധനങ്ങളും തിന്നും, നല്ല കുട്ടിയാണ്. എല്ലാതും ആക്രാന്തം മൂത്തിട്ട് വീഡിയോ കുറച്ച് ഷേക്കാണ്, കുറെ ചിരിക്കണം. അവൾക്ക് അത്ര ഇഷ്ടമില്ല അങ്ങനെ. എന്തുട്ടാ ചായയാണോ? അല്ല, എന്റെ ബാക്കി മസാല ഞാൻ ചെറുതായിട്ടും തുപ്പി. എനിക്ക് മതി, എനിക്ക് മതി, എനിക്ക് മതി. ഞാൻ ചായ കുടിക്കും. അയ്യോ, ഒന്ന് പിടിച്ചെടുത്തിട്ട് അവിടെ കാണില്ല, അതാ അവിടെ ഇങ്ങനെ നിക്കണേ. ഓ അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. വീഡിയോ ഒരു ചായ കുടിച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ രണ്ട് ചായല്ലേ, രണ്ട് ചായല്ലേ. എന്തൊരു പ്രാന്താണ് ചായ പ്രാന്ത്. കുടിക്കും കുടിക്കും ചായയുടെ നമ്മുടെ സൈക്കിൾ എല്ലാവരും പാർക്ക് ചെയ്തേക്കാണ്. ഓക്കെ, ദെൻ എന്താണ് വാ, നമുക്കിവിടെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വർത്തമാനം പറയാം. കെമോൺ, നമ്മൾ എങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായിരുന്നു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൂക്കുപാലം പോകണം, പിന്നെ ബീച്ച് പോകണം, അങ്ങനെയായിരുന്നു പ്ലാൻ. അതിന് നമ്മൾ നസ്മിയാനെ വെയിറ്റ് ചെയ്തു. ഇവളാണ് ആദ്യം വന്നത്. ഇവൾ വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നസ്മിയാനെ വെയിറ്റ് ചെയ്തു. നസ്മിയക്ക് എവിടെ നിന്ന്, അവളുടെ വീടിൻ്റെ സ്ഥലം ഏതാ? കോതകുളം. കോതകുളത്ത് നിന്ന് പ്രിപ്പയർ വരെ അവൾ സൈക്കിളോട്ടി വരണം. അപ്പോൾ അതിനെ ടൈം കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവളവിടെ വന്നു. നമ്മൾ അവളെ എടുക്കാൻ വേണ്ടി പോയി. അവളെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ വീടിൻ്റെ പുതിയൊരു റോഡുണ്ട്, എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പുതിയ റോഡ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ റോഡ് എക്സ്പ്ലോർ ആക്കാന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ കൂടെ തൊട്ടാറ്.
ബാക്കി ചവിട്ടാൻ പോയി നമ്മൾ. അങ്ങനെ ചവിട്ടി അങ്ങനെ ചവിട്ടി വാ അങ്ങനെ ഒരാള് ബ്രോക്കൺ ആയിട്ടുണ്ട്. അങ്ങനെ ചവിട്ടി പകുതി എത്തിയിട്ട് ഞാനിങ്ങനെ ചവിട്ടി പോവാം. ഇവൾക്കറിയില്ലല്ലോ, അപ്പം ഞാൻ ആദ്യം പോകണം. സോ ഞാൻ ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് സൈക്കിള് വീഴുന്ന ശബ്ദവും കേട്ടു, വീലിങ്ങനെ തിരിയുടെ ശബ്ദമില്ലേ, അത് മാത്രം ഞാൻ കേട്ടുള്ള. തിരിഞ്ഞ് നോക്കി അവിടെ കിടപ്പുണ്ടായി. അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ദൈവമ്മയുടെ വീടും കൂടി ഇല്ല, ഞാൻ ഇനി എങ്ങനെ ഏൽപ്പിച്ച് വീട്ടിൽ കൊണ്ടു. ഞാൻ വിചാരിച്ചു ഇവിടെ പോകുന്നു, ഞാൻ വീണമെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കിടക്കണ്ടോ. എന്താ സംഭവം എന്ന് വെച്ചാല് ആ റൂട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അലോൺ നമ്മൾ രണ്ടുപേരും. നൈസായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മുത്തുത വരുന്നു. ഒരാളില്ലാണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. നീ കുറച്ചാണ് അതിലെന്റെ റെസ്യൂമെ വയർത്തതൊക്കെ വന്നേക്കാണ്ട്. നിന്റെ വേർപ്പല്ല, അധ്വാനത്തിന്റെ വിയർപ്പ് കണികകൾ. അതൊന്നും ഒരു കുഴപ്പമില്ലാത്തതാണ് നിന്റെ അധ്വാനത്തിന്റെ. മതി മതി മതി. അങ്ങനെ അപ്പൊ അങ്ങനെ വീണു. അത് കഴിഞ്ഞ് കാണിച്ചെടുത്താ കാണിച്ചരാം. അത് കണ്ട സംഭവം. അങ്ങനെ ഇനിയിപ്പോ ഒരു കാര്യം സന്തോഷപരമാ വേണ്ടി ഞാൻ പറയാം, ഇനി ഉള്ള ഉമ്മന്റെ വീട്ടിലേക്ക് വിടില്ല. ഉമ്മ ഐ ആം ദ സോറി, ഞാനൊന്നും ചെയ്തതല്ല. ദേവികയുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് എനിക്ക് ഇഞ്ചറി കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് ഇഞ്ചറി ഉണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ കട സൈക്കിളാണ്. പാവം ചെക്കൻ. അയ്യോ, അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. ഇനി നമ്മള് വീണ്ടും ഉഷാറാവും, നമുക്ക് ഇനി പോവാണ്. നമ്മളിഞ്ഞും പോവും, ഇതൊന്നും ഒരു വിഷയമില്ല. സൈക്കിളൊന്നും നടന്നാലും മരിച്ചാലി വ്ളോഗ് എടുത്ത് വീണ് നിർത്തില്ല. അതല്ല എന്റെ വീട്ടില് കാണിച്ചുതരാം എക്സ്പെരിമെന്റേഷൻ. എന്നിട്ട് നിങ്ങളത് വീണത് എടുത്തില്ല. ഇനി വേണമെങ്കിൽ ഞാൻ വീണ് കാണിച്ചു തരുന്നു. നിനക്ക് അത്ര കഴിവുണ്ടോ? വേണം ഒരു ട്രിപ്പ് കൂടി പോകണം അവിടെ കൂടെ. എന്നിട്ട് ആ റോഡിൽ അതല്ല, എന്നിട്ട് വീണു. മൂപ്പരാൾക്കൊരു കുഴപ്പമുണ്ട്, ഒരു ഫോബിയ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ബ്ലഡ് കണ്ടാല് അവൾക്ക് തലയിറങ്ങും. അങ്ങനെ വേറെ ബ്ലഡ് കുഴപ്പമില്ല കേട്ടോ. അവള് വേറെ ആരുടെ ചോരപ്പുഴ ഒഴുകിയാലും അവൾക്ക് കുഴപ്പമില്ല. പക്ഷെ അവളുടെ മേത്തുനിന്നൊരു സൂചിന്ന് ചോര വന്നാൽ പോലെ അവള് ഡെഡ്. അങ്ങനെ അവള് പറഞ്ഞു എന്നോട് തല ഇറങ്ങണമെന്ന്. ഞാൻ പാവം എന്ത് കാട്ടും. അവള് സൈക്കിളിൽ വെള്ളം കുപ്പിയൊക്കെ എടുത്ത് എന്തൊക്കെ ചെയ്ത് ബ്രൗണി എടുക്കാൻ കൊതിയാണ്. നീ ഒരു 150 കുളി കുളിക്കേണ്ടി വരും, അതാ മാത്രം കുഴപ്പമുള്ള എടുത്തോ. അന്ന് ഞാൻ വൈകുന്നേരം എന്നെ കൊണ്ട് മണ്ണൊക്കെ കോരി സീനില്ല. ബ്രൗണി ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെയാണ് പണ്ട് കണ്ട് കണ്ടിട്ട് എങ്ങനെ ചാടിന് നീ എടുത്തിട്ടല്ല. ഇന്ന് ഇഷ്ടത്തെ എന്താ 5-6 മസാല ദോശ ഒക്കെ കയറ്റിട്ടാണ് ഇരിക്കണം. 5-6 അപ്പൊ എന്നിട്ട് അവിടെ അങ്ങനെ പ്രിപ്പയർ സെന്റർ ഒക്കെ ഇവിടെ ഒരാള് നാട് വിട്ടു. ഇനി അടുത്ത രസം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പിന്നെ അതെന്താന്നറിയോ, ആ അവിടത്തെ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇങ്ങനെ അമ്മ ഒരു ഐഡിയ പറഞ്ഞെടുത്തതാ. ഒരു ഓട്ടോയില് സൈക്കിള് കയറ്റിട്ട് പോയിക്കോളാം, അതാണ് പറഞ്ഞത്. എല്ലാവർക്കും എന്റെ വിശ്വാസമൊക്കെ പോയിട്ട് അത് കുഴപ്പമില്ല. ഞാനിത് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഞാൻ എണീറ്റ് നമ്മള് തൃപ്രയാർക്കെത്തി. അപ്പൊ അപ്പോഴും എനിക്ക് വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണങ്ങനെ ആക്സിഡന്റ് വണ്ടി വിളിക്കാനേ പറ്റുള്ളൂ. എനിക്ക് സൈക്കിൾ ഓട്ടുമ്പോ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവിടെ ഇറങ്ങി നിന്നപ്പോൾ അവൾക്ക് വീണ്ടും തലകറക്കം തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ നോക്കാണ് നസ്മിയാനെ കണ്ട. കാരണം നസ്മിയ 1/2 മണിക്കൂർ മുന്നേ ഞങ്ങൾ വിളിച്ചതാട്ടെ. ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി 10 കിലോമീറ്റർ ചപ്പിച്ചവിട്ടി കാടിലേക്ക് ദേഷ്യം. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഒരു ബംഗാളി എന്നൊന്നും പറയാൻ പറ്റില്ല. രസമായിരുന്നു കാണാനായിട്ട്. ഒരു മറ്റേ
ഒരു ക്യാപ്പ് വെച്ചിരുന്നു, തട്ടം, പിന്നെ മാസ്ക്, പോരാത്തതിന് ബംഗാളിയുടെ ഹെഡ്സെറ്റ്. പക്ഷെ എന്റെ പ്രിപ്പറേഷൻ, ഞാൻ ആ ബാഗും ഒരു കുറച്ച് ചില്ലറ വെള്ളവും എടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ നൗറയ്ക്ക് ഒരു സോഡ മേടിച്ചു കൊടുക്കാൻ തലയിറങ്ങാൻ. എല്ലാരും ഇവര് രണ്ടുപേരും എല്ലാം ഒപ്പിച്ച് തന്നു. അതാണ് മറ്റേ എന്നോട് പറയാൻ പറഞ്ഞേട്ടാ, എന്നോട് പറയാൻ പറഞ്ഞേട്ടാ ഭൂമി സോഡ വാങ്ങിക്കാൻ വേണ്ടി ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോയാ ആ ചേട്ടൻ ഇങ്ങനെ വിളിച്ചു, നിങ്ങത്തെ വിളിച്ച് ആയിരിക്കണ ചേച്ചിക്ക് ഞാൻ അവിടെ ഇവള് റോട്ടിലിരിക്കും റോട്ടിലെ ഒരു ഗേറ്റിന്റെ അടുത്തിരുന്നു. ആ ചേച്ചിക്ക് എന്താ പറ്റി മോളെ? ചേച്ചി ഒന്ന് സൈക്കിൾ ഔട്ട് ചെയ്താ. അപ്പൊ ഇവളാണ് തഗ്, ഇവളിട്ടാ ആ ചേച്ചി ഒന്ന് സൈക്കിൾ ഔട്ട് ചെയ്താ. എന്നിട്ട് അമ്മാവക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാനോ ഭാഗ്യം. സൈക്കിൾ ഓട്ടി പോകുമ്പോൾ വളരെ നല്ല ദിവസം, അവർക്ക് നല്ല സ്കോറുണ്ട്. പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ ഉണ്ടായത്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പൊക്കെ പോകണ്ടേ? എന്നിട്ട് നമ്മള് ഓടിച്ച് ഇങ്ങോട്ട് വന്ന് ഈ ബംഗാളിനെ കൂട്ടിട്ട് തിരിച്ചു വന്നു. അപ്പൊ നമ്മള് വീണ്ടും റൈഡേഴ്സ് ആയി. ഇനി വീണ്ടും റൈഡേഴ്സ് ആവാൻ പോകും. വീണ്ടും റൈഡേഴ്സ് ആവും. ബീച്ചൊന്നും ഒരു വെയിലാണ്. സോ ഇനി നമ്മൾ ഗോയിങ് ടു തൂക്കുപാലം. ഇനി കണ്ടില്ലല്ലോ, ഇതാണ് സംഭവം. അല്ല കാണിച്ചു കണ്ട പട്ടി മാന്തിയ പോലെ അവിടെ ഇവിടെ നോക്ക്. ഇവിടെ എനിക്ക് കാലമുണ്ട് ഒരു സാധനം, അതൊട്ടും വേനില്ല. പക്ഷെ നല്ല രസമായിട്ടുണ്ട് ആകം മൊത്തം. അല്ല ഇവള് മറ്റേ സിനിമയില് ദിലീപ് ചെയ്യണ പോലെ ഞാൻ ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇവിടെ മൊത്തം റോസ്റ്റിംഗ് ആണ്. ദിസ് ഹൗസ് എവറി ടൈം റോസ്റ്റിംഗ്. പക്ഷെ മസാല ദോശ ഒക്കെ കഴിച്ചിട്ടേ മസാല ഒരാൾ ചായ കൊടുത്ത് മൊത്തം ഞങ്ങള് പറഞ്ഞേ അമ്മ വെച്ചാൽ എവിടെന്നാ അപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്ത അപ്പൊ ഞങ്ങള് പറഞ്ഞു ലാബില് പോയി. അപ്പൊ ഏത് മെഡിക്കൽ ലാബ് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ മക്കൈ ലാബെന്ന്. അവള് എന്നിട്ട് മത്തയുടെ ലാബില് പോയി. സാധാ മനുഷ്യന്മാരൊന്നും കേൾക്കരുത്. അയ്യോ, അപ്പൊ അതാണ് ഉണ്ടായ സംഭവം. ഇനി നമ്മള് തൂക്കുപാലം പോവാൻ പോണിന്റെ അവിടുന്ന് ചടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ വിളിച്ചു അമ്മ പറഞ്ഞേ എന്തിനാ വീണ് കാല കൊടുത്ത് ഉമ്മ ചേച്ചി എന്റെ ഞാൻ ഉമ്മ അങ്ങനെ തന്നെ വേണം. സന്തോഷായിട്ട് ഞാൻ പറഞ്ഞു നൗറല്ലേ എങ്ങനെയുണ്ട് എന്നിട്ട് വേം വെച്ച എല്ലാരൊക്കെ പറഞ്ഞു നന്നായി അങ്ങനത്തെ എന്ത് ചെയ്തെന്നാ പറയും. എന്നിട്ട് എന്റെ അമ്മ എന്താ പറഞ്ഞത്? അപ്പൊ ഞങ്ങള് ഇവിടെ പറഞ്ഞതോറുണ്ട് അമ്മ എനിക്ക് മാത്രം ദോശയിട്ടില്ല. അത് സാരില്ല. അയ്യോ അത് കിട്ടിയാവോ? ഞങ്ങള് തൂക്കുപാലത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇത് തന്നെ രാവിലെ കേട്ടാ തൂക്കുപാലത്തേക്ക് പോണോടൊന്നും കുഴപ്പമില്ല, അവിടെ നിന്നൊന്നും വീണിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് +2 റിസൾട്ട് വരുന്നതിന് പേടിച്ച് ചാടി വന്നു. ഗൈസ് ആ പരീക്ഷ എഴുതുന്നതിന് പേടിച്ച് ചാടി വന്നു. അങ്ങനെയൊന്നും ചാടില്ലേ ഞങ്ങളല്ലേ? അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വീണ നമ്മളങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇല്ല ഞങ്ങള് ഇവളവിടെ കിടക്കുമ്പോ ഞങ്ങള് ബാഹുബലെടുത്തി അപ്പോ നമ്മൾ ഇനി തൂക്കുപാലത്തേക്ക് പോവാനായിട്ട് പോവാണ്. നമ്മുടെ നിർമ്മിയാനം നോക്കിയ നമ്മളല്ലാണ്ട് ഇപ്പുറത്ത് ഭദ്രണ്ട് കേട്ടാ. യെസ് അവളും ഉണ്ട്. അപ്പൊ നമ്മളിനി തൂക്കുപാലത്തേക്ക് പോകാൻ പോകും. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാണ്. സോ എന്തോ ഒരു സന്തോഷല്ലേ. നല്ല രസമുണ്ടല്ലോ ഇവിടെ.
കാണിച്ചു തരാം. സൂപ്പർ. ഗേസ് ഇങ്ങോട്ട് നോക്ക്. അല്ല ഒന്ന് നോക്ക്. നിങ്ങൾക്കാർക്കൊന്നും പറയാനില്ല ഇത്ര നല്ല മനോഹരമായ സ്ഥലം കണ്ടിട്ട്. സീ സൈഡോ ദിസ് ഇസ് പുഴമണ്ട. ലേക്ക് സൈഡ്. ലേക്ക് സൈഡ്. ലേക്ക് ഷോർ. ഇത്ര ഉള്ളോ? ഓവർ ടു ദ തൂക്കുപാലം. അതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. അയ്യോ നമ്മളവിടുന്ന് വ്ളോഗിലൊക്കെ ഇടുന്നൊക്കെ. കമോൺ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എൻ്റെ സൈക്കിൾ സോ നമ്മൾ എന്താണ് സോ നമ്മൾ നമ്മുടെ സോ നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് വെച്ചു. വെക്കി എന്താടി പശുവിന്റെ കൊമ്പ് കണ്ട് പകച്ചു. എന്താ ഇവിടെ എൻ്റെ ബദ്ധു ഉണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് കയറിയ കളി മാറാണ് ഞാൻ. ആ എൻ്റെ സാധനം കൂടി ഇല്ല. എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യും സൈക്കിളിന്റെ കമ്പ്യൂട്ടർ ഇടയിൽ കൂടി ഇടാം. സോ തൽക്കാലം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വെക്കാൻ പോണേ. പിന്നെ റീസൺ വൈസ് പ്രശ്നമുണ്ടായാൽ ഇത് നമുക്ക് സൈക്കിളൊക്കെ തിരിച്ചൊക്കെയായിരുന്നു. ഇഫ് എനി കേസ് നമുക്ക് എടുത്ത് വേഗം പോണെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ. ഉണ്ട് ഇല്ല എങ്ങനെയുണ്ട് ഗേൾസ്? ഞാൻ ഇത്ര മനോഹരമായ സ്ഥലത്ത് കൊണ്ടുപോയില്ലേ നിങ്ങളെ? ഓരോരുത്തരും ഓരോ നമ്മൾ ആദ്യം 2 വെയിറ്റ് താങ്ങാൻ പറ്റില്ല ഒരു ഇതിന്. ഓ മൈ ഗോഡ്. അത് പിന്നെ അനങ്ങില്ലേ? മുഖം നോക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ അതൊരുക്കോ അതെനിക്ക് വെച്ചോ വെച്ച. ഹായ് ലൂസ് അടി എനിക്ക്. ഓക്കെ സോ നമ്മൾ ഇവിടെ സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കണ്ടോ? കണ്ടോണ്ടെങ്കിൽ ചെറിയ പേടികളില്ല. അവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ. യു മീൻ തുഴയലിന്റെ വഞ്ചി? തുഴയലിന്റെ വഞ്ചിയിലെ വഞ്ചിയിൽ തുഴയുന്നു. ഹോൾഡ് അവിടെ കട്ടില്ലാതെ നോക്ക്. ഭയങ്കര വേദന. എനിക്കാണ്
ഞാൻ ഊരിയതിനപ്പോ തന്നെ. ഫിൽറ്റർ ഇല്ല എന്തടി ചിരിക്കണേ? അല്ല വേറൊന്നും പറയാനില്ല, സൈക്കിളിനെ പറ്റി പറഞ്ഞ പോലെ ടൈറ്റ് ചെയ്തോടി എനിക്ക്. അപ്പോൾ ഗൈസ് നൈസ് പ്ലേസ്. നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ നമ്പർ പറഞ്ഞു. നമ്പർ വേണ്ട, നമ്മളെ പ്രൈവസി. എന്നിട്ട് ഒരു മനുഷ്യനത് അവിടെ നീന്തതേടി ആ വഞ്ചിന്ന് ചാടിയിട്ട്. ഓ സോറി നമുക്ക് സെൻസർ. സോറി ചേട്ടൻ. ഇതാ അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിനൊക്കെ ശേഷം നമ്മൾ ഇതില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഒരു ഈ സംഭവം ഇല്ല, അത് അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് ക്രോസ് ചെയ്തില്ല. ആദ്യം മതിയടി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ദൈവമേ, ഞാൻ ഇതിൻ്റെ ഒരു പലക വിട്ട് അടിയിൽ പോകുന്നു അവിടെ അത് കാണിച്ചു കൊടുത്തു. സൂപ്പർ. സോ നമ്മൾ ഫൈനാ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ വെച്ച് പാലം പൊട്ടി നമുക്ക് നീന്താ അറിയില്ലോട്ട് നിന്നെടുക്കാൻ. ഇത് കൊലിങ്ങള്. സോ അതിസാഹസികമായി ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ കൂടെ നമ്മുടെ സ്വന്തം കൊച്ച് ഇറങ്ങി. സക്സസ്. അവിടെ ഇരിക്കാനാണ്. Guys, it's so hot here. അപ്പോൾ നമ്മുടെ സന്ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും സൈക്കിളൊക്കെ എടുത്ത് സെറ്റല്ലേ? നേസ്, ബദു, നൗറ എല്ലാവരും എടുത്തു. ഞങ്ങളുടെ സൈക്കിൾ മാത്രം അവിടെ ഇരിക്കണം. സോ ഞാനിനി അത് പോയി എടുത്ത് നമുക്ക് പോകാം. ബൈ. നമ്മുടെ നെസ് പോകുകയാണ്. ഞങ്ങളൊന്ന് നോക്കിയ വല്ല കുപ്പിപ്പാട്ടയുടെ പോയിട്ടുണ്ട്. ഇവിടൊക്കെ പോയി കുറേ സ്ഥലങ്ങളിൽ പോയി. അപ്പൊ നസ്മിയ, അപ്പൊ എന്താണ്? അപ്പോ ഇനി അടുത്ത ആഴ്ച നമ്മൾ അടുത്ത റൈഡിൽ വരുന്നതാണ്. അതുവരേക്കും ടാറ്റ പറഞ്ഞു. അതന്നെ അങ്ങനെ. ഇനി നമ്മള് സ്ഥലങ്ങളൊക്കെ കൂട്ടി പണ്ടേ തൊട്ട് പാലക്കാടൻ കാറ്റ് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബൈ ബൈ. ഇന്ന് ഇറങ്ങണേണ്ട. അങ്ങനെ നെസൊക്കെ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മുടെ ഫുഡിങ് ടൈമായി. സോ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം.
അപ്പോൾ ഗൈസ് അപ്പം ഇന്നത്തെ എല്ലാ സംഭവങ്ങളും തീർന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ദേവിക കടയിലേക്ക്, ഞാനെങ്ങോട്ട്? താങ്കൾ വീട്ടിലേക്ക്. അതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി വല്ലയിടത്തേക്കും പോകണമോ? അവൾ വീട്ടിലേക്ക് പോവാണ്, ഞാൻ കടയ്ക്ക് പോവാണ്. ആൻഡ് ദിസ് ഇസ് അവർ ബെഡ്റൂം. ഫോട്ടോ എടുക്കണം. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ സംഭവം. അപ്പം ഇനി ഇന്നത്തെ വ്ലോഗ് തീർന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇനിയും അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരേക്കും ബൈ.